ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെടാ, നമ്മുടെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പരീക്ഷയിൽ, അതായത് ഇനി വരുന്ന മോഡൽ പരീക്ഷയിലായാലും അതിനുശേഷമുള്ള നമ്മുടെ പബ്ലിക് എക്സാമിലായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന അവസാനത്തെ ഒരു 6 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്, ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററിനും അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിനും ആയിരിക്കുന്നു. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നതാണ് അല്ലേ. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രിപ്പയർ ചെയ്യാൻ സാധ്യത ഫസ്റ്റ് ചാപ്റ്റർ, ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, അതായത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെയാണ്. അതിൽ നമുക്ക് മൊത്തം 5 റെവല്യൂഷൻസ്, 5 വിപ്ലവങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അമേരിക്കൻ, ഫ്രഞ്ച്, റഷ്യൻ, അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ, പിന്നെ നമ്മുടെ ചൈനീസ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഏതായിരിക്കും നമ്മുടെ ഇപ്രാവശ്യത്തെ മോഡൽ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനും വരാൻ സാധ്യത എന്നൊക്കെ നമ്മളൊരു ചെറിയ പ്രവചനമൊക്കെ നടത്തിയിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക. എന്തായാലും നമുക്ക് ഇപ്രാവശ്യം വരാൻ കൂടുതലും സാധ്യതയുള്ള 3 റെവല്യൂഷൻസ്, അമേരിക്കൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, അതുപോലെ തന്നെ റഷ്യൻ റെവല്യൂഷൻ, ഈ 3 റെവല്യൂഷൻ്റെയും ഷോർട്ടായിട്ടുള്ള നോട്ട് വേണോ എന്ന് ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ചിരുന്നു. അപ്പോൾ കുറച്ച് മക്കളൊക്കെ അതിൽ കമൻറ്റ് ചെയ്തിരുന്നു വേണമെന്ന്. കുറച്ച് പേര് കമൻറ്റ് ചെയ്താലും കുറേ പേര് കമൻറ്റ് ചെയ്താലും നമ്മുടെ സ്വന്തം മക്കളല്ലടാ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോർട്ടായിട്ടുള്ള നോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിലും ഷോർട്ടാക്കാൻ പറയരുത്. പരമാവധി പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റുകൾ, നമുക്ക് 6 മാർക്ക് കിട്ടണമല്ലോ, വെറുതെ ഇങ്ങനെ നോട്ടുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ 6 മാർക്ക് കിട്ടാൻ പാകത്തിൽ മാക്സിമം ഷോർട്ടാക്കിയിട്ട് പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ചൈനീസ് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വേറെ ഒന്നല്ല, ചൈനീസ് ഓൾറെഡി നമ്മൾ നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ നോട്ട് തന്നെ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ചൈനീസ് ചിലപ്പോൾ വന്നേക്കാം, ഓക്കെ. എന്നാലും കൂടുതൽ ചാൻസ് അമേരിക്കൻ, ഫ്രഞ്ച്, റഷ്യൻ ആണ്, ഓക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. എങ്ങനെയാണ് ഈ 3 റെവല്യൂഷൻ്റെ നോട്ട് വന്നാൽ ആൻസർ ഇതാന്ന് പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ വീഡിയോ മൊത്തം കാണുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിനാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ മലയാളം മീഡിയത്തിനും കാണിക്കും. അപ്പോൾ മക്കൾ എന്ത് വിചാരിച്ചാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് പഠിക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ മലയാളം മീഡിയക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് കേട്ടോ, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നമുക്കറിയാം അമേരിക്കൻ കോളനികളുടെ മേൽ നമ്മുടെ ഇംഗ്ലീഷ് ഗവൺമെൻറ് നടപ്പാക്കിയ ചില മെർക്കന്റലിസ്റ്റ് നിയമങ്ങളും അതിനെ തുടർന്നുണ്ടായ ചില അടങ്ങേറുകളൊക്കെയാണ് എന്ത് ചെയ്തത്, ഈ ഒരു അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നയിച്ചതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആക്കാനൊന്നും വരില്ല. നിങ്ങൾക്ക് വരിക എന്താ വിചാരിച്ചാൽ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ട് താഴെ 1-2 ഹിൻസ് തരും. ആ ഹിൻസിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും മെർക്കന്റലിസം തന്നെയാണ്. രണ്ടാമത്തത് നിങ്ങളുടെ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ്, സെക്കൻഡ് 1-2 കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ മെൻഷൻ ചെയ്യണം. പിന്നെ നിങ്ങൾ എഴുതേണ്ടത് അമേരിക്കൻ വിപ്ലവം ലോകത്തുണ്ടാക്കിയ മാറ്റങ്ങൾ, അതായത് റിസൾട്ട്സ് അല്ലേ, ഫലങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ഈ നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. എനിക്ക് ജലദോഷം ഉണ്ട്, അതുകൊണ്ടാണ് സൗണ്ടിൽ ചെറിയൊരു മാറ്റം. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലാണ് തന്നിരിക്കുന്ന ഇൻസുകൾ ഹെഡിങ് ആക്കിയിട്ട് ഇതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്ക സ്വാതന്ത്ര്യ സമരം എന്ന് ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ മെർക്കന്റലിസം എന്താണെന്ന് വ്യക്തമാക്കുന്നു. ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ആസ് സെന്റേഴ്സ് ഫോർ കളക്ടിംഗ് റോ മെറ്റീരിയൽസ് ഫോർ ദെയർ ഇൻഡസ്ട്രി ആൻഡ് ആസ് മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രോഡക്ട്സ്. അതായത് ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളെ അവരുടെ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാനുള്ള, വിൽക്കാനുള്ള കമ്പോളങ്ങളായിട്ടും മാർക്കറ്റുകളായിട്ടും അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കിട്ടാനുള്ള കേന്ദ്രങ്ങളുമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. Then the policy implemented by the British merchants with the help of their motherland in the American colonies is known as mercantilism. അപ്പം മാതൃരാജ്യമായ, മദർലാൻഡ് എന്ന് പറഞ്ഞാൽ മാതൃരാജ്യം അല്ലേ, മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ അവിടുത്തെ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ ചില കച്ചവട നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. ആ നിയമങ്ങൾക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് മെർക്കന്റലിസം അല്ലേ. സോ ഈ മെർക്കന്റലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങൾ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇനി മെർക്കന്റലിസം എന്താണെന്ന് നമുക്കൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ മെർക്കന്റലിസ്റ്റ് ലോ എങ്കിലും പഠിച്ചു വെക്കുക, ഓക്കെ. അതെന്തായാലും വേണം. സോ 5 ലോ ആണുള്ളത്, 5 നിയമങ്ങളും പഠിക്കുക. സോ ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ദ കോളനീസ് അല്ലേ. അതായത് നമ്മുടെ അമേരിക്കൻ കോളനികളിൽ നിന്ന് ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ഏത് ഗുദാമിലേക്ക് വേണമെങ്കിലും കച്ചവടം നടത്തുകയാണെങ്കിലും എവിടെ നിന്ന് ഈ അമേരിക്കൻ കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിലും ഒരൊറ്റ കപ്പലെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ആരുടെ കപ്പലാണ്? ബ്രിട്ടീഷുകാരുടെ കപ്പൽ, അതല്ലെങ്കിൽ കോളനികൾ ഉണ്ടാക്കിയിട്ടുള്ള കപ്പൽ, ഓക്കെ. ഇതാണ് സംഭവം. ഞാനിത് വേഗത്തിൽ പറഞ്ഞു പോകണ വേറെ ഒന്നല്ല, നമ്മളൊക്കെ ഫസ്റ്റ് മുതലേ പഠിക്കുന്ന ചാപ്റ്ററാണ്. കുറേ കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ അറിയാൻ മതി, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. നിങ്ങളിത് പെട്ടെന്ന് പഠിക്കുക. ദെൻ പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, ഹൂൾ, കോട്ടൺ, ടൊബാക്കോ എറ്റ്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. ഇനി നമ്മുടെ കോളനികളിൽ, അമേരിക്കൻ കോളനികൾ ഉണ്ടാക്കുന്ന ചില പ്രോഡക്റ്റുകളാണ് ഷുഗർ, അതായത് നമ്മുടെ പഞ്ചസാര, പിന്നെ ഹൂള് അതായത് കമ്പിളി, പിന്നെ കോട്ടൺ പരുത്തി, പിന്നെ ടൊബാക്കോ പുകയില. ഇതിലെല്ലാത്തിൻ്റെ പേര് അറിയില്ലെങ്കിൽ 2 പേര് പഠിച്ചാൽ മതി. ഈ സാധനങ്ങളൊക്കെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി വയ്ക്കാൻ പാടുള്ളൂ എന്നാണ് ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന നിയമത്തിൽ പറയുന്നത്. പിന്നെ ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്റ്റഡ് ഓൺ ഓൾ ലീഗൽ ഡോക്യുമെന്റ്സ്, പേപ്പർ എറ്റ്സെട്ര അല്ലേ. എല്ലാം ഒന്നും വെക്കേണ്ട, 1-2 സാധനം പറഞ്ഞാൽ മതി. അതായത് ഈ അമേരിക്കൻ കോളനികളിൽ പുറത്തുവിടുന്ന എല്ലാ പത്രങ്ങളിലായാലും പ്രമാണങ്ങളിലായാലും ഒക്കെ ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് നിർബന്ധമായിട്ടും പതിക്കണം. അതായത് അവരുടെ മേധാവിത്വം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് അല്ലേ. പിന്നെ കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ്
വേർ മെയിൻറ്റെയിൻഡ് എന്ന കോളനീസ്. അതായത് നമ്മുടെ ഈ അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷുകാർ കുറേ എന്ത് ചെയ്തിട്ടുണ്ട്, പട്ടാളക്കാരെ വെച്ചിട്ടുണ്ട്. എന്തിനാ? ഈ കോളനിക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ പട്ടാളക്കാരുടെ ചെലവും കൂടി ആര് കൊടുക്കണം? ഈ നമ്മുടെ അമേരിക്കൻ കോളനിക്കാർ കൊടുക്കണമെന്ന്. അതായത് നിങ്ങളെ തല്ലാൻ വേണ്ടി കുറച്ച് ഗുണ്ടകളെ നിങ്ങളുടെ വീട്ടിൽ നിർത്തിയിട്ട് ആ ഗുണ്ടകളുടെ ചെലവ് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതേമാതിരത്തെ പരിപാടി അല്ലേ? അടിപൊളി. ഇനി എന്താ? ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഫോർ ടീ, ഗ്ലാസ്, പിന്നെ പേപ്പർ എറ്റ്സെട്ര. അതായത് അമേരിക്കൻ കോളനികളിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്നും മറ്റൊക്കെ ഇറക്കുമതി ചെയ്യുന്ന കുറേ പ്രോഡക്റ്റുകളുണ്ട്, ഗ്ലാസ്, ടീ, പേപ്പർ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇതിനൊക്കെ അമേരിക്കൻ കോളനിക്കാർ നല്ല ടാക്സ് കൊടുക്കും വേണം. അതായത് അമേരിക്കൻ കോളനിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകണതിനൊന്നും ടാക്സ് ഇല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനൊക്കെ ടാക്സ് വേണമെന്ന്. ഒരുമാതിരി ചിറ്റം മതിയോ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, മക്കൾ ഇതെന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ മക്കളെ, മലയാളം മീഡിയത്തിൻ്റെ നോട്ടാണ് ഞാനിപ്പോൾ തന്നിട്ടുള്ള നോട്ടുകളാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എഴുതിയെടുത്തിട്ടോ മക്കൾ പഠിക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി. ഇതുപോലെ ഓരോന്നും ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ റവല്യൂഷൻ്റെ നമ്മൾ മെർക്കന്റലിസം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെയുണ്ട്? കോണ്ടിനെന്റൽ കോൺഗ്രസും റിസൾട്ടും ഉണ്ട് അല്ലേ? നമുക്ക് അതുകൂടി നോക്കാം. സോ നോക്ക് മക്കളെ, എന്താണ് കോണ്ടിനെന്റൽ കോൺഗ്രസ്? ഈ അമേരിക്കക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അമേരിക്കൻ കോളനിയിലെ എല്ലാവരും കൂടി ചേർന്നിട്ട് സമ്മേളനം നടത്തിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ആ സമ്മേളനങ്ങളാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത് അല്ലേ? കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ 2 എണ്ണമാണ് നടന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ 2 സമ്മേളനങ്ങളോടി ഒരു പാരഗ്രാഫ് ആക്കി മാറ്റിയിരിക്കുകയാണ്. സോ നോക്ക്, ഓരോന്ന് പോയിന്റ് ആയിട്ട് പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കുക. ദ ഡെലിഗേറ്റ്സ് ഓഫ് ദ കോളനീസ് മെറ്റ് അറ്റ് ഫിലാഡൽഫിയ ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പോളിസി ഇമ്പോസ്ഡ് ബൈ ദ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ, എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കോളനികളുടെ ഡെലിഗേറ്റ്സ് എന്ന പ്രതിനിധികൾ, റെപ്രസെന്റേറ്റീവ്സ് അല്ലേ, അവരെല്ലാവരും കൂടി ചേർന്ന് ഫിലാഡൽഫിയയിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അതിനെയാണ് നമ്മൾ 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. സോ അതിൽ വെച്ചിട്ട് എന്താ തീരുമാനിച്ചത്? പീപ്പിൾ ഓഫ് ദ കോളനി സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. ഈ കോളനിയിലെ നേതാക്കന്മാരും ജനങ്ങളെല്ലാവരും കൂടി ഒരു പെറ്റീഷൻ, ഒരു കംപ്ലൈന്റ് എഴുതിയിട്ട് ഇംഗ്ലണ്ടിലെ രാജാവിന് അയച്ചു കൊടുത്തു അല്ലേ? ദേ ഡിമാൻഡഡ് ടു റെഗുലേറ്റ് ദ റൂൾസ് എൻഡോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ 2 കാര്യങ്ങളാണ് ഈ കത്തിൽ, ഈ കംപ്ലൈന്റ് ലെറ്ററിൽ അമേരിക്കയിലെ ജനങ്ങൾ ഇംഗ്ലണ്ടിലെ രാജാവിനോട് അഭ്യർത്ഥിച്ചത്. എന്തൊക്കെയായിരുന്നു അവരുടെ ആവശ്യങ്ങൾ? ഒന്ന്, അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ ട്രേഡിനും കൊമേഴ്സിനൊക്കെ, കച്ചവടത്തിനും വാണിജ്യത്തിനും വ്യവസായത്തിനൊക്കെ അടിച്ചേൽപ്പിച്ച കുറേ നിയമങ്ങളുണ്ടല്ലോ, മെർക്കന്റലിസ്റ്റ് ലോസ് ഒക്കെ, അതൊക്കെ ഒന്ന് ലഘൂകരിക്കണം, റെഗുലേറ്റ് ചെയ്യണം. രണ്ടാമത്തെ എന്താണെന്ന് വിചാരിച്ചാൽ, കോളനിക്കാരുടെ പെർമിഷൻ ഇല്ലാതെ ഇനി നിങ്ങൾ രാജാവെ നിങ്ങൾ പുതിയ ടാക്സുകളൊന്നും ഇമ്പോസ് ചെയ്യരുത്, ഞങ്ങൾക്ക് ടാക്സ് ഒക്കെ തരാം, പക്ഷേ ഞങ്ങളുടെ ഒരു പെർമിഷൻ ചോദിക്കണം, പുതിയ ടാക്സുകളൊക്കെ ഈടാക്കുമെന്ന്. ന്യായമായ കാര്യമാണ് അല്ലേ? പക്ഷേ നമ്മുടെ രാജാവ് എന്താ ചെയ്ത് നോക്കി? ബട്ട് ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. രാജാവ് ഈ കത്തൊന്നും കേട്ടില്ല. രാജാവ് കത്തൊക്കെ വലിച്ചു കീറിങ്ങാണ്ട് രാജാവ് എന്താ പറഞ്ഞത്? രാജാവ് ഈ ജനങ്ങൾക്ക് ഇത്ര അഹങ്കാരോ, എനിക്കെതിരെ പെറ്റീഷനൊക്കെ അയക്കാനുള്ള അഹങ്കാരം എന്ന് പറഞ്ഞാണ്ട് രാജാവ് ഈ അമേരിക്കൻ കോളനിയിലെ ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ അയച്ചു. പിന്നെ നോക്കി നിന്നിട്ട് കാര്യമുണ്ടോ മക്കളെ? ഇല്ല. വെട്ടാൻ വരുന്ന പോത്തിനും ഇല്ല ഭേദോതി കുത്തിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അമേരിക്കൻ കോളനിയിലെ ജനങ്ങൾ രാജാവിനെതിരെ പ്രതിഷേധിക്കാൻ തന്നെ, രാജാവിനെ സൈസാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? ദ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ ഇലക്ടഡ് ജോർജ് വാഷിംഗ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെന്റൽ ആർമി ആൻഡ് ഡിസൈഡഡ് ടു വേജ് എ വാർ അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട്. അങ്ങനെ ഉടൻ തന്നെ അവർ വീണ്ടും ഫിലാഡൽഫിയയിൽ സമ്മേളിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ജോർജ് വാഷിംഗ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുലിക്കുട്ടിയെ അവരുടെ കമാൻഡർ ഇൻ ചീഫ്, സൈന്യത്തിന്റെ സർവ്വ സൈന്യാധിപനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ കോളനികളും, 13 കോളനികളുണ്ട് അല്ലേ? 13 കോളനികളിലെയും ജനങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു സൈന്യം ഉണ്ടാക്കുന്നു. അതിന്റെ തലവനായിട്ട് ജോർജ് വാഷിംഗ്ടനെ വെക്കുന്നു. എന്നിട്ട് ഇംഗ്ലണ്ടിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അല്ലേ? ആ ഫൈറ്റിന് നമ്മുടെ ഫ്രാൻസിന്റെ സഹായമൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല, നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിൽ അത് ഓർത്ത് വെക്കാം കേട്ടോ. ദെൻ അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ്, ഇംഗ്ലണ്ട് അഗ്രീഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞു, അമേരിക്കൻ കോളനികൾ ജയിച്ചു അല്ലേ? ഫ്രാൻസ് ഒക്കെ കൂടെ നിന്നുകൊണ്ട് ഇവർ ജയിച്ചതിന് ശേഷം ട്രീറ്റി ഓഫ് പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമാധാന സന്ധി രൂപീകരിച്ചു. ആ സമാധാന സന്ധി പ്രകാരം, പാരീസ് സമാധാന സന്ധി പ്രകാരം ഇംഗ്ലണ്ട് അമേരിക്കൻ കോളനികൾക്ക് സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA എന്ന് പറയുന്ന അമേരിക്കൻ ഐക്യനാടുകൾ രൂപം കൊള്ളുന്നത് അല്ലേ? ഓക്കെ, ഇനി അമേരിക്കൻ വാറിന്റെ 4 റിസൾട്ടുകളാണത്. 4 റിസൾട്ടുകൾ മക്കൾ പഠിക്കണം, നിർബന്ധമാണ്. സോ അതിൽ ഒന്നാമത്തെ, മോട്ടിവേറ്റഡ് ദ ലേറ്റർ റവല്യൂഷൻസ്. അത്ര പഠിച്ചാൽ മതി, കൂടുതൽ ഡീറ്റെയിൽ ആക്കണ്ട. പിൽക്കാല വിപ്ലവങ്ങൾക്ക് പ്രചോദനം നൽകി. നിങ്ങൾക്ക് ഏത് റവല്യൂഷന്റെ റിസൾട്ട് വരികയാണെങ്കിലും ഈ ഒരു പോയിന്റ് എഴുതിച്ചാൽ മതി. ഇനി അടുത്തെന്താ? പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് എഴുതിച്ചാൽ മതി. അതായത് ആദ്യത്തെ റിപ്പബ്ലിക്കൻ ഗവൺമെന്റിന് രൂപം നൽകി, ജനാധിപത്യ ഗവൺമെന്റിന് രൂപം നൽകി. പിന്നെ പ്രിപ്പയർ ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പഠിച്ചാൽ മതി. അതായത് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എന്ന് എഴുതിയാൽ തന്നെ മതി. പിന്നെ കോൺട്രിബ്യൂട്ടഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം. ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിന് രൂപം നൽകി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. മലയാളം മീഡിയത്തിന്റെ ബാക്കി നോട്ടുകൾ ഇവിടെയുണ്ട്, ഇത് നോക്കിയിട്ട്
എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അമേരിക്കൻ റവല്യൂഷൻ ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ മക്കൾ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്തോ. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അത് വീഡിയോ മൊത്തം കണ്ടിട്ട് മതി. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത റവല്യൂഷനിലേക്ക് കിടക്കാം മക്കളെ. നെക്സ്റ്റ് റവല്യൂഷൻ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ ഇതിലും ഇതേപോലെ തന്നെ മലയാളം മീഡിയത്തിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരുന്നത്, നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുക. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ നമുക്കറിയാം, ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി രാജാക്കന്മാർക്കെതിരെയും അതേപോലെ തന്നെ അവിടെ ജനങ്ങളെ ദ്രോഹിച്ചിരുന്ന ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റുകളുണ്ട് അല്ലേ? ഫസ്റ്റ് എസ്റ്റേറ്റിൽ ക്ലർജി പുരോഹിതന്മാരും, സെക്കൻഡ് എസ്റ്റേറ്റിൽ നോബിലിറ്റി അതായത് പ്രഭുക്കന്മാരൊക്കെ ആയിരുന്നു. ഇവന്മാരെല്ലാവരും കൂടി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ പിഴിഞ്ഞ് ജീവിക്കായിരുന്നു അല്ലേ? അവരെ ദുരിതത്തിലായിക്കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഇവർ ഭയങ്കര ആർഭാടത്തോടെ ജീവിക്കും. ടാക്സ് ഒന്നും അവർക്ക് കൊടുക്കണ്ട, എല്ലാ നികുതി ഭാരവും സാധാരണക്കാരുടെ മേലെ, സാധാരണക്കാരൊക്കെ ഒന്നും ഉണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ അതിനെതിരെ ഈ സാധാരണക്കാരായ തേർഡ് എസ്റ്റേറ്റുകാർ നടത്തിയ റവല്യൂഷനാണ് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെന്ന് അല്ലേ? സോ നോക്കൂ, ആദ്യം തന്നെ നമ്മൾ സോഷ്യൽ പൊളിറ്റിക്കൽ റീസൺസ് ആണ് നോക്കുന്നത്. അതായത് ഫ്രഞ്ച് സമൂഹത്തിലെ പ്രശ്നങ്ങളും ഫ്രണ്ട്സിലെ രാജാക്കന്മാരുടെ പ്രശ്നങ്ങളും അല്ലേ? അതായത് സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ. സോ അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ രാജാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. എന്താ? ദ ഫ്രീക്വന്റ് വാർസ്, ഫ്രീക്വന്റ് റോഡ്സ്, അതേപോലെ തന്നെ ക്രോപ്പ് ഫെയിലുവർ ആൻഡ് ദ ലക്ഷൂറിയസ് ലൈഫ് ഓഫ് ബോൾബൻ കിങ്സ് ലെഡ് ഫ്രാൻസ് ടു ദ എക്കണോമിക് ബാങ്ക്രപ്സി. ബാങ്ക്രപ്സി ആണ് ക്രൈസിസ്, നാശം. ഓക്കെ, അപ്പോൾ ഈ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഇടക്കിടക്കുണ്ടായിരുന്ന യുദ്ധങ്ങൾ, അതേപോലെ തന്നെ എന്താ അവിടുത്തെ രാജാക്കന്മാരുടെ ധൂർത്തമായിട്ട് ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം, അതേപോലെ തന്നെ എന്താ പറയുക, അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ക്രോപ്പ് ഫെയിലുവർ, കൃഷിനാശം, പിന്നെ ഫാമിൻസ്, പട്ടിണി, ഇതെല്ലാം ഫ്രാൻസിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു. ദെൻ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു 3 എസ്റ്റേറ്റ്സ്. ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അല്ലേ? ഫസ്റ്റ് എസ്റ്റേറ്റ് ഇൻക്ലൂഡ്സ് ദ ക്ലർജി. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, ക്ലർജി ആയിരുന്നു. ആൻഡ് ദ സെക്കൻഡ് എസ്റ്റേറ്റ് ബിലോങ്സ് ടു നോബിലിറ്റി. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് നോബിലിറ്റി, പ്രഭുക്കന്മാരായിരുന്നു. ആൻഡ് മിഡിൽ ക്ലാസ് ആൻഡ് ദ കോമൺ പീപ്പിൾ വേർ ഇൻ ദ തേർഡ് എസ്റ്റേറ്റ്. ഈ മിഡിൽ ക്ലാസും മധ്യവർഗവും അതേപോലെ തന്നെ ബാക്കിയുള്ള സാധാരണക്കാരൊക്കെ ആയിരുന്നു തേർഡ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ഇവരെ കോമൺസ് എന്നും വിളിച്ചിരുന്നു അല്ലേ? ദെൻ ഓൾ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രിവിലേജസ് ഇൻ ദ കൺട്രി വേർ എൻജോയ്ഡ് ബൈ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ്. അപ്പോൾ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഫ്രഞ്ച് സമൂഹത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചിരുന്നത് 1ഉം 2ഉം എസ്റ്റേറ്റുകാരായിരുന്നു. ദേ വേർ എക്സ്ക്ലൂഡഡ് ഫ്രം ഓൾ ടാക്സസ്. അവർ എല്ലാ നികുതികളിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുക, ഒഴിവാക്കപ്പെട്ടിരുന്നു. ദെൻ ഓൾ ദ ടാക്സസ് വേർ ഇമ്പോസ്ഡ് അപ്പോൺ ദ തേർഡ് എസ്റ്റേറ്റ്. അപ്പോൾ രാജ്യത്തെ എല്ലാ നികുതികളും ആരുടെ മേലായിരുന്നു? തേർഡ് എസ്റ്റേറ്റിന്റെ മേലായിരുന്നു അടിച്ചേൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും എഴുതിയ സൊസൈറ്റി, ഫ്രഞ്ച് സൊസൈറ്റിയെ കുറിച്ചുള്ള നോട്ടായി. ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൽ ഫ്രഞ്ച് സൊസൈറ്റി, ഫ്രഞ്ച് സമൂഹം എന്നൊക്കെ ഹിൻസ് തരും. അപ്പോൾ നിങ്ങൾ ഇതാണ് എഴുതുന്നുണ്ട്. ഓക്കെ, ഇത് ഒരുപാട് ഡീറ്റെയിൽ ആക്കിയിട്ട് തിത്തേ തൈലേ തുടങ്ങിയിട്ടുള്ള നികുതികളുണ്ട്, അങ്ങനെയൊന്നും എഴുതണ്ട. നിങ്ങൾ ഇത്ര ഷോർട്ടായിട്ട് എഴുതിയാൽ മതി, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതണ്ട. ഇനി അടുത്ത ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ്. ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. 3 തിങ്കേഴ്സ് ഉണ്ട്, വോൾട്ടയർ, റുസോ, മോണ്ടസ്ക്യൂ. അവരുടെ ആശയങ്ങൾ പഠിക്കണം. സോ ഞാൻ സ്പീഡിലൊന്ന് പറഞ്ഞുതരാം. ദ ഐഡിയാസ് ഓഫ് ഫ്രഞ്ച് തിങ്കേഴ്സ് ലൈക്ക് വോൾട്ടയർ, റുസോ, മോണ്ടസ്ക്യൂ ഇൻസ്പയർഡ് ദ ഫ്രഞ്ച് പീപ്പിൾ. അതായത് വോൾട്ടയറിനെയും റുസോയുടെയും മോണ്ടസ്ക്യൂയുടെയും ആശയങ്ങളും അവിടുത്തെ ജനങ്ങൾക്ക് പ്രചോദനം നൽകി. ദെൻ വോൾട്ടയർ റിഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരുടെ ചൂഷണത്തെയാണ് വോൾട്ടയർ കളിയാക്കിയത്. ദെൻ പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ഹ്യൂമാനിസം, സമത്വം, അതേപോലെ തന്നെ ഹ്യൂമാനിസം, മനുഷ്യത്വം, അതേപോലെ തന്നെ റാഷണൽ തിങ്കിങ്, യുക്തിചിന്ത, ഇതിനൊക്കെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. പിന്നെ റുസോ സ്പെൽഡ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്. എന്താ ഡയലോഗിലെ? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എല്ലായിടത്തും ചങ്ങലകളിലാണെന്നാണ് റുസോ പറഞ്ഞത്. അദ്ദേഹം മനുഷ്യന്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് വാദിച്ചത്. ഹി ഡിക്ലെയർഡ് ദാറ്റ് പീപ്പിൾ ആർ സോവറിൻ. ജനങ്ങളുടെ പരമാധികാരമാണ് വേണ്ടതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പിന്നെ മോണ്ടസ്ക്യൂ എൻകറേജ്ഡ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. മോണ്ടസ്ക്യൂ ഒരു രാഷ്ട്രീയ ചിന്തകനായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനും വേണ്ടി വാദിച്ചു. ഹി സജസ്റ്റഡ് ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ഗവൺമെന്റ് ഇൻ ടു ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അതായത് ലെജിസ്ലേറ്റർ നിയമനിർമ്മാണം, നീതിന്യായം, അതേപോലെ തന്നെ കാര്യനിർവ്വഹണ വിഭാഗം എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ട് നമ്മുടെ ഭരണം വേണമെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഫ്രാൻസിലെ ഭരണം വേണമെന്ന് അദ്ദേഹം വാദിച്ചു. ആ സിസ്റ്റങ്ങളിലൊന്നും എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത് അല്ലേ? അതായത് അവിടെ മലയാളം മീഡിയത്തിന്റെ നോട്ടുണ്ട്. ഇതുവരെ പറഞ്ഞ നോട്ടുകൾ മാത്രമാണുള്ളത്. എന്തൊക്കെയാ? ഫ്രാൻസിന്റെ സാമൂഹികമായ സോഷ്യൽ പ്രോബ്ലവും അതേപോലെ തന്നെ ചിന്തകന്മാരുടെ അവിടുത്തെ തിങ്കേഴ്സിന്റെ സ്വാധീനം, ഇൻഫ്ലുവൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മക്കൾ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് ചെയ്യുക, പഠിക്കുക. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം. തീർന്നിട്ടില്ല. ഫ്രഞ്ച് റവല്യൂഷനിൽ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാം. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ, ഫ്രാൻസിലെ എക്കണോമിക് ക്രൈസിസ് ഇങ്ങനെ രൂക്ഷമായിരിക്കുന്ന സമയത്താണ് നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത് അല്ലേ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആ സമയത്ത് ഫ്രാൻസ് ചുമ്മാ എന്ത് ചെയ്തു? അമേരിക്കൻ കോളനിക്കാരെ കൊണ്ടുപോയിട്ട് സഹായിച്ചു. അന്നത്തെ ഫ്രഞ്ച് ചക്രവർത്തിയായ ലൂയി 16 ഈ മണ്ടത്തരം ചെയ്തത് അല്ലേ? അതോടുകൂടി സ്വതവേ ദുർബല അതുകൂടെ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയായി ഫ്രാൻസിന്. കാരണം ഓൾറെഡി ഫ്രാൻസ് വീക്കാണ്, പൈസ ഒന്നും ഇല്ല, ആളുകളുടെ അടുത്തും രാജാവിൻ്റെ അടുത്തൊന്നും പൈസ ഇല്ല. ആ സമയത്താണ് രാജാവ് ചുമ്മാ കയറിങ്ങാണ്ട് അമേരിക്കൻ കോളനികൾക്ക് വേണ്ടിയിട്ട് എല്ലാ പൈസയും കൊടുത്തത്. അതോടെ ഫ്രാൻസിന്റെ എക്കണോമിക് ക്രൈസിസ് ഒന്നുകൂടി രൂക്ഷമായി. അപ്പോൾ ഇനിയിപ്പോൾ പൈസ കണ്ടെത്തണ്ടേ? ആ പൈസ കണ്ടെത്താൻ വേണ്ടി ഫ്രാൻസിലെ ചക്രവർത്തി എന്ത് ചെയ്തു? അവരുടെ പാർലമെന്റ് വിളിച്ചു കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ പാർലമെന്റ് വിളിച്ചു കൂട്ടുന്ന സമയത്താണ് പിന്നെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് അല്ലേ? അങ്ങനെയാണ് കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അതെങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നോക്ക്. ഇമ്മീഡിയറ്റ് റീസൺ, പെട്ടെന്നുണ്ടായ കാരണം, ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് ഗിവൻ ടു അമേരിക്കൻ കോളനീസ് ഇൻ ദ
അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് മെയ്ഡ് ദ എക്കണോമിക് ക്രൈസിസ് മോർ അക്യൂട്ട്. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ ഫ്രാൻസ് അവർക്ക് സാമ്പത്തികവും അതേപോലെ തന്നെ സൈനികവുമായ സഹായം കൊടുത്തത് ഫ്രാൻസിന്റെ എക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ അക്യൂട്ടാക്കി, രൂക്ഷമാക്കി മാറ്റി. ഇൻ ഓർഡർ ടു ലെവി ന്യൂ ടാക്സസ്, ലൂയി 16 ദ ദെൻ കിങ് ഓഫ് ഫ്രാൻസ് സമ്മൻഡ് ദ സ്റ്റേറ്റ്സ് ജനറൽ ദ പാർലമെന്റ് ഓഫ് ഫ്രാൻസ്. അപ്പോൾ അന്നത്തെ ഫ്രാൻസിന്റെ പാർലമെന്റ്, ഫ്രഞ്ച് പാർലമെന്റ് ആയിരുന്നു എന്ത്, സ്റ്റേറ്റ്സ് ജനറൽ. ആ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടാൻ ആര് നിർബന്ധിതരാവുകയാണ്? നമ്മുടെ ലൂയി 16, അന്നത്തെ ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 16 നിർബന്ധിതരാവാണ്. കാരണം പുതിയ ടാക്സുകൾ ഇമ്പോസ് ചെയ്യണം. അപ്പോൾ ജനങ്ങളുടെ സഭ വിളിച്ചു കൂട്ടണം അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കണേ? ലൈക്ക് ദ ഫ്രഞ്ച് സൊസൈറ്റി ദ സ്റ്റേറ്റ് ജനറൽ വാസ് ഓൾസോ ഡിവൈഡഡ് ഇൻ ടു 3 എസ്റ്റേറ്റ്. ഫ്രഞ്ച് സമൂഹത്തെ പോലെ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിൽ 3 എസ്റ്റേറ്റുകളായിട്ട് ഈ സ്റ്റേറ്റ് ജനറൽ എന്ന ഫ്രഞ്ച് പാർലമെന്റിനെ വിഭജിച്ചിരുന്നു. വൈൽ ദ ഫസ്റ്റ് 2 എസ്റ്റേറ്റ്സ് ആർഗ്യൂഡ് ഫോർ എസ്റ്റേറ്റ് വൈസ് സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം, ദ കോമൺസ് ഡിമാൻഡഡ് ഫോർ ദ ഇൻഡിവിജ്വൽ വോട്ടിംഗ്. അപ്പോൾ ഈ 3 എസ്റ്റേറ്റ്, ഇവിടെ ഫ്രാൻസിലെ ഒരു സിസ്റ്റം എങ്ങനെ വെച്ചാൽ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നുള്ള രീതിയിലായിരുന്നു. അതായത് എസ്റ്റേറ്റ് വൈസ് വോട്ടിംഗ് സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ്, സെക്കൻഡ് എസ്റ്റേറ്റുകാർ എപ്പോഴും ഒരുമിച്ച് നിൽക്കും അല്ലേ? അപ്പോൾ 2 വോട്ട് കിട്ടിയില്ലേ, തേർഡ് എസ്റ്റേറ്റുകാരുണ്ടാവും 3G ആവും അല്ലേ? അപ്പോൾ അവർക്ക് എപ്പോഴും അവർക്കെതിരായിട്ടാണ് നിയമം വരിക. അപ്പോൾ തേർഡ് എസ്റ്റേറ്റിലെ ബുദ്ധിയുള്ള ആൾക്കാർ ആദ്യം തന്നെ പറഞ്ഞു, ആയിക്കോട്ടെ പാർലമെന്റ് ഒക്കെ വിളിച്ചു കൂട്ടിക്കോളി, പക്ഷേ എസ്റ്റേറ്റ് വൈസ് വോട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അത് പറ്റില്ല, അതിന് പകരം ഓരോ അംഗങ്ങൾക്കും വോട്ട് വേണം, ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് ഫസ്റ്റ്, സെക്കൻഡ് എസ്റ്റേറ്റിനും രാജാവിനും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ എണ്ണം കൂടുതൽ, അംഗങ്ങളുടെ എണ്ണം കൂടുതൽ തേർഡ് എസ്റ്റേറ്റാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തേർഡ് എസ്റ്റേറ്റുകാർ ജയിക്കും അല്ലേ? നിയമങ്ങൾ ആർക്കെതിരായിട്ട് വരും? ഫസ്റ്റ്, സെക്കൻഡ് എസ്റ്റേറ്റിനെതിരായിട്ട് വരും. അപ്പോൾ അവരത് സമ്മതിച്ചില്ല. ആസ് ദ കിങ്, ദ ക്ലർജി ആൻഡ് ദ നോബിലിറ്റി ഡിഡിൻ അപ്രൂവ് ദെയർ ഡിമാൻഡ്, ദ മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർഡ് ദംസെൽഫ് ആസ് ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് ആൻഡ് ഗേതേർഡ് ഇൻ എ ടെന്നീസ് കോർട്ട്. അപ്പോൾ ഈ രാജാവും 1ഉം 2ഉം എസ്റ്റേറ്റുകാരൊന്നും ഇവരുടെ ഈ ഡിമാൻഡ്, ഓരോ അംഗങ്ങൾക്കും ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം വേണമെന്നുള്ള ആ ഒരു ഡിമാൻഡിന് അംഗീകരിക്കഴിഞ്ഞപ്പോൾ തേർഡ് എസ്റ്റേറ്റുകാരെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അല്ലേ? പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ദേ മെയ്ഡ് എ നോട്ട് നോട്ട് ടു ലീവ് അൻറ്റിൽ ദേ ഹാഡ് ഫ്രെയിംഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രാൻസ്. അങ്ങനെ അവിടെ വെച്ചിട്ട് അവരൊരു പ്രതിജ്ഞയൊക്കെ എടുത്തു, ഒരു ഓത്തൊക്കെ എടുത്തു. എന്താ, ഫ്രാൻസിനൊരു എന്തുണ്ടാക്കാതെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തു. ഈ പ്രതിജ്ഞയാണ്, ഈ സംഭവത്തെയാണ് നമ്മുടെ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. പിന്നെ അതിനുശേഷം എന്താ നടക്കുന്നത്? ഈ റവല്യൂഷണറീസ് എന്ത് ചെയ്തു? സ്റ്റോംഡ് വിത്ത് സ്ലോഗൻ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി. അതായത് നമ്മുടെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി എന്ന മുദ്രാവാക്യമൊക്കെ മുഴക്കിക്കൊണ്ട് നമ്മുടെ ഈ ഒരു റവല്യൂഷണറീസ്, കലാപകാരികൾ, ഫ്രാൻസിലെ തേർഡ് എസ്റ്റേറ്റിലെ ആളുകൾ എന്ത് ചെയ്തു? ഡെമോളിഷ്ഡ് ദ ബാസ്റ്റീൽ പ്രിസൺ. അന്നത്തെ ബൂൽബൻ ഡൈനാസ്റ്റിയുടെ, മൊണാർക്കിയുടെ, ബൂൽബൻ രാജവംശത്തിന്റെ സിമ്പിളായിരുന്ന അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പ്രതീകമായിരുന്ന, സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായിരുന്ന ബാസ്റ്റീൽ എന്ന് പറഞ്ഞൊരു ജയിലുണ്ടായിരുന്നു. ആ ജയിൽ ഒമാരണ്ട് തകർത്തു. ദിസ് ഇവന്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഈ സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കമായിട്ട് കരുതുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ഇങ്ങനെയാണ് തുടങ്ങിയത്. മനസ്സിലായല്ലോ? ദെൻ ഇനി അതിന്റെ റിസൾട്ടും കൂടി പഠിച്ചാൽ മതി. ഒരു 6 റിസൾട്ടെങ്കിലും പഠിക്കുക. ചിലപ്പോൾ കഷ്ടകാലത്തിന് ഇതൊന്നും ചോദിക്കാതെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ റിസൾട്ട് മാത്രം നിങ്ങൾക്ക് 6 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 6 പോയിന്റ് എഴുതേണ്ടിയില്ലേ? അതല്ലെങ്കിൽ 4 പോയിന്റ് ഒക്കെ എഴുതിയാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നേരത്തെ എഴുതി അതേപോലെ തന്നെ എന്താ, മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റവല്യൂഷൻസ് ഓഫ് ദ വേൾഡ് അല്ലെ? ലോകത്തിലെ മറ്റു വിപ്ലവങ്ങൾക്ക് പ്രചോദനം നൽകി. പിന്നെ എൻഡഡ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ്, യൂറോപ്പിൽ ഫ്യൂഡലിസം അവസാനിപ്പിച്ചു. പിന്നെ കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സോവറിറ്റി, ജനകീയ പരമാധികാരത്തിന് എന്ത് നൽകി? സംഭാവനകൾ നൽകി, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് സംഭാവനകൾ നൽകി. പിന്നെ ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം, ദേശീയതയുടെ ആവിർഭാവത്തിന് കാരണമായി. ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. പിന്നെ സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രാറ്റേണിറ്റീസ്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ഐഡിയോളജിയാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലേ? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി. ആ ഒരു ഐഡിയ സ്പ്രെഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയും പഠിക്കുക. നിങ്ങൾക്ക് അവിടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബാക്കി നോട്ടുണ്ട്, മലയാളം മീഡിയക്കാർക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മക്കളെ ഫ്രഞ്ച് വിപ്ലവം സെറ്റായില്ലടാ? ഓക്കെ, ഇനി ലൈക്ക് ബട്ടണിൽ നിൽക്കണ്ട, ലൈക്ക് പോയി പോകും. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത റഷ്യൻ റവല്യൂഷൻ നോക്കാം. റഷ്യൻ വിപ്ലവം ഏകദേശം നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തെ പോലെ തന്നെയാണല്ലടാ, ഇത് കൂടി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ റഷ്യൻ വിപ്ലവം നമുക്കറിയാം. റഷ്യയിലെ സാർ ചക്രവർത്തിമാരെന്ന് പറഞ്ഞ എടങ്ങേറാക്കണ രാജാക്കന്മാരായിരുന്നു. ഈ സാർ ചക്രവർത്തിമാരും അതേപോലെ തന്നെ വിദേശികളായ കുറേ ഫാക്ടറി ഓണേഴ്സ് ആയിരുന്നു സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് റഷ്യയിലെ ഫാക്ടറികളൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പോൾ ഈ വിദേശികളായ ഫാക്ടറി ഓണേഴ്സ്, പിന്നെ ലാൻഡ് ലോഡ്സ്, അവിടുത്തെ കൃഷിഭൂമികളൊക്കെ ലാൻഡ് ലോഡ്സിൻ്റെ വലിയ വലിയ ജന്മിമാരുടെ, ഭൂപ്രഭുക്കന്മാരുടെ കയ്യിലായിരുന്നു. ഇവന്മാരെല്ലാവരും കൂടി അവിടുത്തെ ജനങ്ങളെ, കർഷകരെയും അതേപോലെ തൊഴിലാളികളൊക്കെ ദ്രോഹിച്ചു. അതിനെതിരായിട്ട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ലെനിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുടെ കീഴിൽ നടത്തിയ സമരമാണ് നമ്മുടെ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. 2 റവല്യൂഷനാണ് മെയിനായിട്ട് റഷ്യൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് നടന്നത്. ഫെബ്രുവരി റവല്യൂഷനും അതേപോലെ തന്നെ ഒക്ടോബർ വിപ്ലവം അല്ലേ? അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് റഷ്യൻ വിപ്ലവം കുറച്ച് വലുതാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒക്ടോബറും അതേപോലെ ഫെബ്രുവരി റവല്യൂഷനും മാത്രം ചോദിച്ചേക്കാം. ചിലപ്പോൾ ഇത് രണ്ടും അതിൻ്റെ റിസൾട്ട് മാത്രം ചോദിച്ചേക്കാം. ചിലപ്പോൾ
റഷ്യൻ റവല്യൂഷൻ മൊത്തമായിട്ട് ചോദിച്ചേക്കാം. ഞാൻ എന്തായാലും ഇവിടെ റഷ്യൻ റവല്യൂഷൻ മൊത്തമായിട്ടുള്ളൊരു നോട്ടാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ തന്നെ പഠിക്കുക. എന്നിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏതാണോ വരുന്നത് അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഒന്നായിട്ട് എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. തരുന്ന ഹിൻസ് മാത്രം ഡെവലപ്പ് ചെയ്ത് എഴുതിയാൽ മതി. സോ റഷ്യൻ റവല്യൂഷനിൽ ആദ്യം തന്നെ നമ്മൾ രാജാക്കന്മാരുടെയൊക്കെ പ്രശ്നങ്ങളാണ് പറയുന്നത്. നേരത്തെ ഫ്രാൻസിൽ പറഞ്ഞ അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റീസൺസ്, അതായത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാരണങ്ങൾ എന്തൊക്കെയാ? ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദ ഓട്ടോക്രസി ഓഫ് സാറിസ്റ്റ് എംപറേഴ്സ് ഹു റൂൾ റഷ്യ. റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറി വർക്കേഴ്സ്, അതായത് തൊഴിലാളികളും അതേപോലെ തന്നെ കർഷകരും വളരെ ദുരിതപൂർണ്ണമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ദെൻ ദ ലാൻഡ്ലെസ് ഫാമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്, അതായത് ഭൂരഹിതരായ കർഷകർ, അവിടുത്തെ കർഷകർക്ക് ഭൂമി പോലും ഉണ്ടായിരുന്നില്ല. ഒക്കെ ആരുടെ കയ്യിലായിരുന്നു? വലിയ വലിയ ലാൻഡ് ലോഡ്സിന്റെ കയ്യിലായിരുന്നു. പക്ഷേ ഭൂമി ഇല്ലാതിരുന്നിട്ടും ഈ കർഷകർക്ക് വലിയ ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്നു, നികുതി കൊടുക്കേണ്ടി വന്നിരുന്നു. പിന്നെ ലേബേഴ്സ് വെയർ എക്സ്പ്ലോയിറ്റഡ് ബൈ ദ ഫോറിനേഴ്സ് ഹു കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ദ ഇൻഡസ്ട്രീസ്. ഞാൻ നേരത്തെ പറഞ്ഞു റഷ്യയിലെ ഭൂരിഭാഗം വ്യവസായശാലകളും ഫാക്ടറി ഓണേഴ്സ് ആരായിരുന്നു? നമ്മുടെ വിദേശത്തുള്ള ആളുകളായിരുന്നു. ഈ വിദേശികളായ ഫാക്ടറി ഓണേഴ്സ് അവിടുത്തെ തൊഴിലാളികളെയും ചെറിയ കൂലിയൊക്കെ കൊടുത്തിട്ട് പറ്റിച്ചു, അല്ലേ? ചൂഷണം ചെയ്തു. ദെൻ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിൽ കർഷകരും തൊഴിലാളികളും ഒരുപോലെ ദുരന്തത്തിലായിരുന്നു, അല്ലേ? ദെൻ അടുത്ത ടോപ്പിക് എന്താ വെച്ചാൽ ഇൻഫ്ലുവൻസ് ഓഫ് റൈറ്റേഴ്സ് ആൻഡ് തിങ്കേഴ്സ്. നമുക്കറിയാം ഏതൊരു വിപ്ലവത്തിന് പിറകിലും ആരെങ്കിലൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടാവും, അല്ലേ? ഇപ്പോൾ അമേരിക്കൻ റവല്യൂഷനാണെങ്കിൽ ജോൺ ലോക്ക്, തോമസ് പെയിൻ, ഫ്രഞ്ച് റവല്യൂഷനാണെങ്കിൽ വോൾട്ടയർ, റുസോ, മോണ്ടസ്ക്യൂ. ഇനി റഷ്യൻ റവല്യൂഷന് പിറകിലും ഒരുപാട് ചിന്തകന്മാരും എഴുത്തുകാരുണ്ടായിരുന്നു. അതിൽ ചില ആളുകളുടെ പേരുകളൊക്കെ ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്രയും ആളുകളെങ്കിലും പഠിക്കുക. റൈറ്റേഴ്സ് ലൈക്ക് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ് ആൻഡ് ആന്റൺ ചെക്കോവ് ഡെപിക്റ്റഡ് ദ പ്ലൈറ്റ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ഫാമേഴ്സ് ഇൻ ദിയർ വർക്ക്സ്. അപ്പം അന്ന് റഷ്യയിൽ ജീവിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് റഷ്യയിൽ ജീവിച്ചിരുന്ന ചില എഴുത്തുകാരുടെ പേരുകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ആന്റൺ ചെക്കോവ്. ആന്റൺ ചെക്കോവിൻ്റെ വാങ്ങിയൊക്കെ നമ്മൾ പഠിച്ചാണ്, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഈ എഴുത്തുകാരൊക്കെ എന്ത് വിചാരിച്ചാൽ അന്ന് സാർ ഭരണത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചിട്ട് നോവലുകളും കഥകളൊക്കെ എഴുതി. അപ്പോൾ അത് വായിച്ച ജനങ്ങൾക്ക് മനസ്സിലായി നമ്മുടെയൊക്കെ പ്രശ്നക്കാരാരാ? സാർ ചക്രവർത്തിയാണ്, അയാൾക്കെതിരെ പ്രതികരിക്കണം എന്നൊക്കെ ജനങ്ങൾക്ക് ബോധ്യമായി, അല്ലേ? ദെൻ ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഫോർമുലേറ്റഡ് ബൈ കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ് ടയേർഡ് ദ വർക്കേഴ്സ്. ഇനി റഷ്യൻ വിപ്ലവത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ ചിന്തകന്മാർ കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസ് ആണ്. ഇവരാണ് മാർക്സിസം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന ആശയം തന്നെ കൊണ്ടുവന്നത്, അല്ലേ? ഇവരുടെ ഈ ഐഡിയോളജീസ് അവിടുത്തെ തൊഴിലാളികളെ ഇളക്കി മറിച്ചു എന്നാണ് പറഞ്ഞത്. ബേസ്ഡ് ഓൺ ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് എ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വാസ് ഫോംഡ് ബൈ ലെനിൻ. അങ്ങനെ ഈ മാർക്സിസം തലക്ക് പിടിച്ച മാർക്സിന്റെ ഐഡിയകളൊക്കെ കണ്ടിട്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ട ലെനിൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ റഷ്യയിൽ ഒരു തൊഴിലാളി പാർട്ടി തുടങ്ങുകയാണ്. ആ പാർട്ടിയുടെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, അല്ലേ? ഈ പാർട്ടി രൂപീകരിച്ചതോട് കൂടിയിട്ടാണ് റഷ്യയിലെ തൊഴിലാളികൾക്കും ഫാമിലെ കർഷകർക്കൊക്കെ ഒരു സമാധാനം വന്നത്. പിന്നെ അവിടെ അങ്ങോട്ടേക്ക് ഇവരുടെ അയ്യര് കളിയായിരുന്നു, അല്ലേ? സാർ ചക്രവർത്തിയുടെ കഷ്ടകാലമായിരുന്നു. എന്താ വയ്ക്കണേ? ലേറ്റർ ദിസ് പാർട്ടി വാസ് സ്പ്ലിറ്റ് ഇൻ ടു മെൻഷവിക് ആൻഡ് ദ ബോൾഷവിക്. പക്ഷേ ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചെങ്കിലും അത് അധിക കാലം അതേമാതിരി നീണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പാർട്ടി ആശയപരമായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിൽ ഭൂരിപക്ഷമുള്ളവർ ബോൾഷവിക് എന്നും ന്യൂനപക്ഷമുള്ളവർ മെൻഷവിക് എന്നും അറിയപ്പെട്ടു. ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ബോൾഷവിക് വേർ ലെനിൻ ആൻഡ് ട്രോട്സ്കി. അങ്ങനെ ഈ ബോൾഷവിക്കുകൾ, അതാണ് മെയിൻ പാർട്ടി, അവരുടെ നേതാവായിട്ട് ലെനിനും ട്രോട്സ്കിയും മാറി. മെൻഷവിക്കുകളുടെ നേതാവായി അലക്സാണ്ടർ കറൻസ്കിയും മാറി. ഓക്കെ, ഇങ്ങനെയാണ് ഫസ്റ്റ് ചരിത്രം. ഇനി നമുക്ക് അടുത്തൊരു സംഭവം ബ്ലഡി സൺഡേ. റഷ്യൻ റവല്യൂഷനിലേക്ക് കടക്കുന്ന ഒരു പ്രധാന സംഭവം കൂടിയാണ് ബ്ലഡി സൺഡേ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയും. ഇതെന്താ സംഭവിച്ചത്? അതൊരു ഞായറാഴ്ചയാണ് നടന്നത്. സംഭവം വേറൊന്നല്ല. ദ ക്രൈസിസ് റീച്ച്ഡ് ഇറ്റ്സ് വോഴ്സ് വെൻ റഷ്യ വാസ് ഡിഫീറ്റഡ് ബൈ ജപ്പാൻ ഇൻ ദ വാർ. നമ്മുടെ റഷ്യ വലിയ രാജ്യമാണ്, യൂറോപ്പിലെ ഭയങ്കര ശക്തരെന്ന് അഹങ്കരിച്ചിരുന്ന വലിയ രാജ്യമാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ ഈ റഷ്യ 1905, നിങ്ങൾ വർഷമൊന്നും പഠിക്കണമെന്നില്ല, 1905 എന്ത് ചെയ്തു? റഷ്യ ജപ്പാൻ എന്ന കുഞ്ഞൻ ഏഷ്യൻ രാജ്യവുമായിട്ട് യുദ്ധത്തിന് പോയി ചുമ്മാ എരന്ന് വാങ്ങിയതാ. വെറുതെ ജപ്പാനെ കയറി ചൊറിഞ്ഞ് ജപ്പാൻ കയറി മാന്തി, അല്ലേ? അങ്ങനെ എന്തായി? റഷ്യ ജപ്പാനുമായിട്ട് തോറ്റ് തൊപ്പിയിട്ടു, അല്ലേ? അപ്പോൾ എന്താ സംഭവിച്ചത്? റഷ്യക്കാർക്ക് അത് ഭയങ്കര നാണക്കേടായി. പോരാത്തതിന് നേരത്തെ നമ്മൾ ഫ്രാൻസ് വെറുതെ അമേരിക്കൻ റവല്യൂഷനെ സഹായിക്കാൻ പോയ മാതിരി തന്നെ റഷ്യ ഓൾറെഡി ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്, അല്ലേ? ആ ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന രാജ്യം ഈ യുദ്ധത്തിലും കൂടി തോറ്റോടെ വീണ്ടും കടുത്ത ദാരിദ്ര്യത്തിലായി ജനങ്ങൾ പട്ടിണി കിടക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ജനങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. ജനങ്ങൾ എന്ത് ചെയ്തു? സാർ ചക്രവർത്തിയോട് ഭരണപരിഷ്കാരമൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം നടത്താൻ ജനങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ജനങ്ങളെല്ലാവരും കൂടി, കുറേ കർഷകരും തൊഴിലാളികളെല്ലാവരും കൂടി എന്ത് ചെയ്യാണ്? നമ്മുടെ റഷ്യയുടെ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ ഈ സാർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ്. സമാധാനപരമായ മാർച്ചാട്ടോ, ആയുധങ്ങളൊന്നുമില്ല. പക്ഷേ രാജാവിൻ്റെ സൈന്യം എന്ത് ചെയ്തു? ഈ ജനങ്ങൾക്ക് നേരെ വെടിവെച്ചു. ആകെ ഗുലുമാലായി, കുറേ ആൾക്കാർ മയ്യത്തായി, അല്ലേ? ഈ സംഭവമാണ് ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. നമുക്ക് വായിക്കാം. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് എ ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗ്രാഡ്. പെട്രോഗ്രാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റഷ്യയുടെ തലസ്ഥാന നഗരമാണ്. സോ അവിടേക്ക് എന്ത് ചെയ്തു? ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ്, സാമ്പത്തിക പരിഷ്കാരങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള അവകാശങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിലേക്ക് ഒരു മാർച്ച് നടത്തി. ദ മാർച്ച് വാസ് ഫയർഡ് ബൈ ദ സോൾജേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വെർ കിൽഡ്. അപ്പോൾ ആ ഒരു മാർച്ചിന് നേരെ രാജാവിൻ്റെ പട്ടാളം വെടിവെച്ചു. അതിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഈ ഇവൻ്റാണ് ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. എന്താ അതിൻ്റെ റിസൾട്ട്? വർക്കേഴ്സ് ഓർഗനൈസേഷൻ കാൾഡ് സോവിയറ്റ്സ് വെർ ഫോംഡ് ഓൾ ഓവർ ദ റഷ്യ ടു കണ്ടക്ട് സ്ട്രൈക്സ്. അതോടുകൂടി തൊഴിലാളികൾക്ക് പിന്നെ ആകെ പിടുത്തം വിട്ട് അവർ രാജാവിനെതിരെ തിരികുകയും എല്ലായിടത്തും തൊഴിലാളികൾ സോവിയറ്റുകൾ എന്ന പേരിൽ തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കുകയും ഇവരുടെ കീഴിൽ സ്ട്രൈക്കുകൾ, പണിമുടക്കുകളൊക്കെ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ എപ്പോഴും തൊഴിലാളികൾ പണിമുടക്കി കഴിഞ്ഞാൽ രാജാവിന് പിടുത്തം വിടൂലേ? അപ്പോൾ എന്താ സംഭവിച്ചത്? വെൻ ദ സ്ട്രൈക്സ് ഗെയിൻഡ് മാസീവ് സ്ട്രെങ്ത്,
സമയത്ത് ഈ സമരങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര സ്ട്രെങ്തായി വന്നതോടെ, ശക്തമായി വന്നതോടെ ദ എംപറർ വാസ് ഫോഴ്സ്ഡ് ടു ഫോം എ ലെജിസ്ലേറ്റീവ് അസംബ്ലി കാൾഡ് ഡ്യൂമ. ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഡ്യൂമ എന്ന് പേരുള്ള ഒരു പാർലമെന്റ് രൂപീകരിക്കാൻ ആരും നിർബന്ധിതനാവുകയാണ്? നമ്മുടെ സാർ ചക്രവർത്തി നിർബന്ധിതനാവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്ലഡി സൺഡേക്ക് റിസൾട്ട് വന്നു. ആര്? ജനങ്ങളുടെ ഒരു കാര്യത്തിൽ തീരുമാനമായില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർലമെന്റ് റഷ്യയിൽ വന്നു. പക്ഷേ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. മലയാളം മീഡിയത്തിൻ്റെ നോട്ട് ഇവിടെ ഉണ്ട്, മക്കൾ നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി റഷ്യൻ റവല്യൂഷൻ്റെ ബാക്കി നോക്കാം. ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് റഷ്യൻ റവല്യൂഷൻ പഠിക്കുന്നവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ടോപ്പിക്കാണ്. സോ ഫെബ്രുവരി റവല്യൂഷൻ, അതേപോലെ ഒക്ടോബർ റവല്യൂഷൻ, പിന്നെ റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ട്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. സോ നമുക്ക് ആദ്യം ഫെബ്രുവരി റവല്യൂഷൻ, റഷ്യൻ വിപ്ലവത്തിലെ ഒരു പ്രധാന സംഭവമാണെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് നടന്നത് നോക്കാം. അപ്പോൾ ഡ്യൂമ എന്ന് പറഞ്ഞ പാർലമെന്റൊക്കെ രൂപീകരിച്ചു. ജനങ്ങൾ വിചാരിച്ച് ഇനിയെങ്കിലും രാജാവ് നന്നാവും, ജനങ്ങൾ പറഞ്ഞേ കേട്ട് ഭരിക്കുന്നു. പക്ഷെ നടന്നില്ല. എന്താ സംഭവിച്ചത്? ഇഗ്നോറിംഗ് ദ പ്രൊട്ടസ്റ്റ് ഫ്രം ഡ്യൂമ, നിക്കോളാസ് ടു ദെൻ സാർ ഡിസൈഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റഷ്യൻ വിപ്ലവം തുടങ്ങാനുള്ള മെയിൻ കാരണത്തിലൊന്ന് ഫസ്റ്റ് വേൾഡ് വാർ തന്നെയാണ്. അതായത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് നമുക്കറിയാം റഷ്യയാണ്, രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, റഷ്യയാണ് ഈ ഫസ്റ്റ് വേൾഡ് വാറിന് കാരണക്കാരനായ ഒരു മെയിൻ രാജ്യം. റഷ്യയും ജർമ്മനിയൊക്കെയാണ് തുടങ്ങി വെക്കുന്നത്. അപ്പോൾ ഈ ഡ്യൂമ എന്ന് പറഞ്ഞ ജനങ്ങളുടെ സഭ പറഞ്ഞു, ഇനി നിങ്ങൾ രാജാവേ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇനി നിങ്ങൾ യുദ്ധത്തിലേക്കൊന്നും പോകരുത്. ഒരു ജപ്പാനായിട്ട് തോറ്റ തന്നെ ഞങ്ങൾ ആകെ സ്വീപ്പായിക്കള്. ഇനിയിപ്പോൾ ലോകമഹായുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ എതിരാളിയായിട്ട് ജർമ്മനിയൊക്കെയാണ് അല്ലേ ഇടിച്ച് പപ്പടാക്കി കാണും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് പൊന്നാര രാജാവ് നിങ്ങൾ യുദ്ധത്തിന് പോകരുത് എന്നൊക്കെ ഡ്യൂമയും ജനങ്ങളൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷെ അതൊന്നും രാജാവ് മൈൻഡ് ചെയ്തില്ല. അന്നത്തെ രാജാവായ സാർ നിക്കോളാസ് രണ്ടാമന് യുദ്ധം ചെയ്തേ അടങ്ങുള്ളൂ. മൂപ്പര് യുദ്ധം ചെയ്യാൻ മുട്ടിക്കാണ് അല്ലേ. അപ്പോൾ ജനങ്ങളുടെ വാക്ക് കേൾക്കാതെ രാജാവ് യുദ്ധത്തിന് പോയി. അതിൻ്റെ പരിണിത ഫലം എന്താ? രാജാവിൻ്റെ തല പോയി അല്ലേ. സോ നോക്ക്, മെനി റഷ്യൻ സോൾജേഴ്സ് വെർ കിൽഡ് ഇൻ ദ വാർ. അങ്ങനെ തുടക്കത്തിലൊക്കെ സോൾജേഴ്സിന് ഭയങ്കര ആവശ്യം, യുദ്ധമെന്ന് കേട്ടാൽ ഈ പട്ടാളക്കാർക്ക് ഭയങ്കര ആവശ്യമാണല്ലോ. അപ്പോൾ യുദ്ധത്തിൽ രാജാവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ സൈനികരൊക്കെ യുദ്ധത്തിന് പോയി. പക്ഷേ കുറേ പേര് ജർമ്മനിയുടെ ബോംബാക്രമണത്തിലൊക്കെ മയ്യത്തായി. പക്ഷെ എന്താ സംഭവിക്കുന്നവിടെ? ഫുഡ് ഷോർട്ടേജ് ബിക്കം സീവിയർ. റഷ്യയിൽ ആകെപ്പാടെ പട്ടിണിയായി, വീണ്ടും ഭക്ഷണമില്ലാത്ത അവസ്ഥയൊക്കെ ആയി. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗ്രാഡ്. ഈ ജനങ്ങൾ, റഷ്യയിലെ ജനങ്ങൾ വീണ്ടും തലസ്ഥാന നഗരിയിൽ സമരം നടത്താനൊക്കെ തുടങ്ങി. ദെൻ ദ റഷ്യൻ സോൾജേഴ്സ് ഓൾസോ ജോയിൻഡ് വിത്ത് വർക്കേഴ്സ്. ഇറ്റ് വാസ് ദ ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ ഇൻഡ്യൂസ്ഡ് ദം ടു ഡു സോ. അപ്പോൾ തുടക്കത്തിൽ രാജാവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ ഈ പട്ടാളക്കാരൊക്കെ യുദ്ധം ചെയ്തിരുന്നേ. പക്ഷേ കുറേ കഴിഞ്ഞപ്പം പട്ടാളക്കാർക്കും യുദ്ധം മടുത്തു. രാജാവാണ് യുദ്ധം നിർത്തണില്ല. അവസാനം സാഹിഘട്ട പട്ടാളക്കാരും ഈ റവല്യൂഷണറീസിന്റെ കൂടെ കൂടി. രാജാവ് ഒറ്റപ്പെട്ടു അല്ലേ. അപ്പോൾ എന്തായി? ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗ്രാഡ് ആൻഡ് നിക്കോളാസ് ടു വാസ് ത്രോൺ ഔട്ട് പവർ. അങ്ങനെ രാജാവ് വെറുതെ എരന്ന് വാങ്ങുമായിരുന്നില്ലേ തന്റെ ദുരന്തം. അങ്ങനെ എന്ത് ചെയ്തു? പട്ടാളക്കാരും കൂടി റവല്യൂഷണറീസിന്റെ കൂടെ ചേർന്നോടെ രാജാവിനെ പിടുത്തം വിട്ടു. രാജാവിനെ എന്ത് ചെയ്തു? കിരീടം ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ ഈ റവല്യൂഷണറീസ് തലസ്ഥാന നഗരമായ പെട്രോഗ്രാഡ് പിടിച്ചെടുത്തു അല്ലേ. എ പ്രൊവിഷണൽ ഗവൺമെന്റ് വാസ് ഫോംഡ് അണ്ടർ അലക്സാണ്ടർ കെറൻസ്കി ദ മെൻഷവിക് ലീഡർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫെബ്രുവരി മാസം നടന്ന ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. ആ സമയത്ത് ലെനിൻ നാട്ടിലില്ല. ലെനിനെ നാട് കടത്തിയിട്ടുണ്ട് കേട്ടോ. ആ ലെനിൻ സ്വിറ്റ്സർലൻഡിലേക്ക് നാട് വിട്ടു പോയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അതൊന്നും നിങ്ങൾ ഇതിനെ മെൻഷൻ ചെയ്യേണ്ട, നിങ്ങളത്ര മനസ്സിലാക്കിയാൽ മതി. ഫെബ്രുവരി റവല്യൂഷൻ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ്, ഒരു താൽക്കാലിക ഗവൺമെന്റ് റഷ്യയിൽ രൂപീകരിക്കപ്പെട്ടു. ഈ ഇവന്റിനെയാണ് നമ്മൾ ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് നടന്നത് ഫെബ്രുവരി മാസത്തിലാണ്. ഓക്കെ, ഇനി ഇതിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റഷ്യൻ റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസിഡന്റ് ആണ് ഒക്ടോബർ റവല്യൂഷൻ അഥവാ ഒക്ടോബർ വിപ്ലവം. ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചാൽ, ഞാൻ പറഞ്ഞു ലെനിൻ നേരത്തെ നാട് വിട്ടു പോയില്ലേനോ. അവസാനം ഈ ഫെബ്രുവരി റവല്യൂഷന് ശേഷം നമ്മുടെ അലക്സാണ്ടർ കെറൻസ്കിയുടെ കീഴിലുള്ള ഒരു താൽക്കാലിക ഗവൺമെന്റ് റഷ്യയിൽ നിലവിൽ വന്നില്ലേ. സാർ ചക്രവർത്തിയൊക്കെ പോയി അയാളുടെയൊക്കെ പുറത്താക്കി അലക്സാണ്ടർ കെറൻസ്കി ഇപ്പം ഭരിക്കാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾക്ക് സന്തോഷമായി, അവർ ആഗ്രഹിക്കുന്ന ഒരു നേതാവ് വന്നല്ലോ. പക്ഷേ പ്രശ്നമായി. എന്താ? ആ സന്തോഷം അധികം നീണ്ടുന്നില്ല. അലക്സാണ്ടർ കെറൻസ്കി ജനങ്ങൾ പറഞ്ഞ മാതിരി ഭരിച്ചില്ല. അയാളും യുദ്ധം തുടരാനാണ് തീരുമാനിച്ചത്. ജനങ്ങൾക്കെതിരായിട്ട് സാർ ചക്രവർത്തിൻ്റെ അതേപോലെ തന്നെ ഇയാളും ഭരണം നടത്തിയത്, ഒരു ഓട്ടോക്രാറ്റ്, ഏകാധിപതിയായിട്ട്. അപ്പോൾ പിടിച്ചതിനെക്കാട്ടി വലുത് മാളത്തിൽ എന്ന് പറഞ്ഞ മാതിരിയാണ് ആരുടെ അവസ്ഥ? റഷ്യക്കാരുടെ അവസ്ഥ. അപ്പം നമ്മുടെ നായകൻ തിരിച്ചെത്തി, തിരുമ്പി വന്നിട്ട്. ആരോ നായകൻ? ലെനിൻ അല്ലേ. ലെനിൻ രഹസ്യമായിട്ട് സ്വിറ്റ്സർലൻഡിൽ തിരിച്ചെത്തി വീണ്ടും ബോൾഷെവിക്കുകളൊക്കെ സംഘടിപ്പിച്ച് കണ്ട് അലക്സാണ്ടർ കെറൻസ്കിക്കെതിരെ ഫൈറ്റ് ചെയ്തു. അതാണ് ഒക്ടോബർ റവല്യൂഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് ഡിഡ് ഇൻ അപ്രൂവ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. അപ്പോൾ ചില സോവിയറ്റുകൾ, അതായത് ഒരുപാട് തൊഴിലാളി സംഘടനകൾ, സോവിയറ്റുകൾ എന്നറിയപ്പെടുന്ന തൊഴിലാളി സംഘടനകൾ റഷ്യയിലുണ്ട്. അതിൽ ചില സോവിയറ്റുകൾ ഈ പ്രൊവിഷണൽ ഗവൺമെന്റ് അലക്സാണ്ടർ കെറൻസ്കിയുടെ ഭരണത്തെ അനുകൂലിച്ചില്ല. കാരണം ജനങ്ങൾക്ക് അനുസരിച്ചല്ല അയാൾ ഭരിച്ചിരുന്നത്. ദെൻ ലെനിൻ ഓപ്പോസിറ്റ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ദ എൻറ്റയർ പവർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ സോവിയറ്റ്സ്. അപ്പോൾ നമ്മുടെ അലക്സാണ്ടർ കെറൻസ്കി ഏകാധിപതിയായിട്ടല്ലേ ഭരിക്കുന്നത്. അപ്പോൾ ലെനിൻ പറഞ്ഞത് ഇത് ശരിയാവില്ല. എന്താ? അലക്സാണ്ടർ കെറൻസ്കിയുടെ ഭരണം ശരിയല്ല, പകരം ഭരണം ആർക്ക് കൊടുക്കണം? സോവിയറ്റുകൾക്ക്, അതായത് ജനങ്ങളുടെ ഈ ഒരു ത്തിന് കൊടുക്കണം എന്നാണ് ആരാവശ്യപ്പെട്ടത്? നമ്മുടെ ലെനിൻ ആവശ്യപ്പെട്ടത്. ദ ബോൾഷെവിക് ആൻഡ് സോവിയറ്റ് സപ്പോർട്ടഡ് ലെനിൻ. അപ്പോൾ ലെനിൻ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ വാദിക്കുന്നത്. അതുകൊണ്ട് ബോൾഷെവിക്കുകളും അതേപോലെ തന്നെ സോവിയറ്റുകളും ലെനിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ലെനിന് വീണ്ടും ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടി. അങ്ങനെ എന്ത് ചെയ്തു? ഇൻ ഒക്ടോബർ ദ ബോൾഷെവിക് ഓർഗനൈസ്ഡ് ആൻ ആർമഡ് റെബലിയൻ അഗൈൻസ്റ്റ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. അങ്ങനെ ഒക്ടോബർ മാസത്തിൽ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള, ലെനിൻ്റെയും ട്രോട്സ്കിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്കുകളും സോവിയറ്റുകളും എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പ്രൊവിഷണൽ ഗവൺമെന്റ് അലക്സാണ്ടർ കെറൻസ്കിയുടെ ഗവൺമെന്റിനെതിരെ ഒരു ഫൈറ്റ് നടത്തി. ആ ഫൈറ്റാണ് നമ്മൾ ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറയുന്നത്. കെറൻസ്കി ഫ്ലഡ് ഫ്രം
ഫ്രം ദ കൺട്രി ആൻഡ് റഷ്യ കെയിം അണ്ടർ കൺട്രോൾ ഓഫ് ബോൾഷെവിക്. അങ്ങനെ ആ ഒരു റവല്യൂഷനിൽ വെച്ചിട്ട് കെറൻസ്കി രാജ്യം വിട്ടു. അങ്ങനെ ഈ റഷ്യയുടെ അധികാരം ആർക്ക് കിട്ടുകയാണ്? ബോൾഷെവിക്കുകൾക്ക് കിട്ടുകയാണ്. ലെനിൻ പ്രസിഡന്റായിട്ട് മാറുകയാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ട് നോക്കുക. ലെനിൻ വാക്ക് പാലിച്ചു, ജനങ്ങൾ കൊടുത്ത വാക്കൊക്കെ പാലിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വിഡ്രിയോ റഷ്യ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിന് റഷ്യ പിന്മാറുകയെന്നല്ലേ? പിന്മാറി. പിന്നെ അടുത്തെന്താ? സീസ്ഡ് ഔട്ട് ഓഫ് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പെസൻസ്. അതായത് റഷ്യയിൽ ഈ ലാൻഡ് ലോഡ്സിൻ്റെ ഭൂപ്രഭുക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയൊക്കെ പിടിച്ചെടുത്തു. ലെനിൻ്റെ ഗവൺമെൻറ് പിടിച്ചെടുത്തു. എന്നിട്ട് കർഷകർക്ക് സൗജന്യമായിട്ട് കൊടുത്തു. ലാൻഡ്ലെസ് ഫാമേഴ്സ് അല്ലായിരുന്നു, അപൂരഹിതരായ കർഷകർക്കൊക്കെ ഭൂമി കൊടുത്തു. അപ്പോൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലേ? പിന്നെ ഗീവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ, അതേപോലെ തന്നെ പൊതുമേഖലക്ക് പ്രാധാന്യം നൽകി. പിന്നെ ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഒരു കേന്ദ്രീകൃത ആസൂത്രണം എന്ത് ചെയ്തു? പ്ലാൻ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ അച്ചീവ്ഡ് ഡെവലപ്മെന്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി, എക്കണോമി. റഷ്യയെ പല മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ എന്ത് ചെയ്തു? പുരോഗതി നേടി. പിന്നെ സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്. സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലേ ബോൾഷെവിക്? അപ്പം ലോകം മുഴുവൻ സോഷ്യലിസം, കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ആശയം സ്പ്രെഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റഷ്യൻ റവല്യൂഷനിൽ പഠിക്കാനുള്ളത്. ചൈനീസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നോട്ടുണ്ട്, ആ നോട്ട് നോക്കി അല്ലെങ്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നോക്കിയിട്ട് പഠിക്കുക. അപ്പോൾ മക്കളെ, ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.